ഹായ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ചരിത്രത്തിൽ നിന്നും ക്ലാസ് 8ാം ക്ലാസ്സിലെ ഓൾഡ് CRT അതുപോലെ ന്യൂ SCRT ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ലക്ഷ്യയുടെ ടെലഗ്രാം അല്ല യൂട്യൂബ് ചാനലിൽ ലൈവ് ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ടുള്ള എക്സാമിന്റെ ആൻസർ കീ ആണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ടോട്ടൽ 20 മാർക്കിനായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാം പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അപ്പോൾ എത്ര പേര് എഴുതിയിട്ടുണ്ടാവും എന്നറിയില്ല, എങ്കിലും ഇനി എഴുതിയവർക്കും എഴുതാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതൊന്ന് നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: രാജാറാം മോഹൻ റോയ് ജനിച്ച വർഷം രേഖപ്പെടുത്തുക. രാജാറാം മോഹൻ റോയ് ജനിച്ച വർഷം രേഖപ്പെടുത്തുക. വർഷം എന്താണ്? 1772 ബംഗാളിലാണ്. ഇത് നമ്മൾ എന്താണ്, നമ്മുടെ ന്യൂ SCRTയിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രാജാറാം മോഹൻ റോയ് ജനിച്ച വർഷം 1772. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: പ്രസ്താവനകൾ പരിശോധിച്ച് ശരി ഉത്തരം നൽകുക. രാജാറാം മോഹൻ റോയ് ഒഡീഷയിലാണ് ജനിച്ചത്. ശരിയാണോ? അല്ല. കാരണം എന്താ? രാജാറാം മോഹൻ റോയ് ജനിച്ചത് എവിടെയാ? ബംഗാളിലാണ്. ഇദ്ദേഹത്തെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. ശരിയാണ് അല്ലെ? ഇത് വീണ്ടും ഇതിൽ പറഞ്ഞിരുന്നു. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് അല്ലെ. ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ രാജാറാം മോഹൻ റോയിയെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഉദ്ദേശ്യങ്ങളിൽ ശരിയായത് തെരഞ്ഞെടുക്കുക. എല്ലാവർക്കും വിദ്യാഭ്യാസം, വിധവ പുനർവിവാഹം നടപ്പാക്കുക, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. ഇതെന്താണ്? മൂന്നും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഓക്കെ. ഇത്രയും ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ആര്യ സമാജം സ്ഥാപിച്ച വ്യക്തിത്വത്തെ തിരിച്ചറിയുക. ആര്യ സമാജം സ്ഥാപിച്ചതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്ത ക്വസ്റ്റ്യൻ: പ്രാർത്ഥനാ സമാജം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആത്മാ, അങ്ങനെ ഒരു കണക്ഷൻ കിട്ടുമല്ലോ, അത് പെട്ടെന്ന് കിട്ടും അല്ലെ. പ്രാർത്ഥനാ സമാജം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആത്മാറാം പാണ്ഡുരംഗ്. രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചതാരാ? സ്വാമി വിവേകാനന്ദ. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതിക്കായി നിലകൊണ്ട പ്രസ്ഥാനം? എന്തൊക്കെ? മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതിക്കായി നിലകൊണ്ട പ്രസ്ഥാനം ഏതായിരുന്നു? പ്രാർത്ഥനാ സമാജമാണ് അല്ലെ. ഓക്കെ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനാ സമാജം ആരുടേതാണെന്ന് ഒന്ന് പറഞ്ഞേ, ആലോചിച്ച് നോക്കൂ. പ്രാർത്ഥനാ സമാജം ആരുടേതാണ്? നമ്മൾ പറഞ്ഞു അല്ലെ, നേരത്തെ പറഞ്ഞു, ആത്മാറാം പാണ്ഡുരംഗ്. ഇനി ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ട പ്രസ്ഥാനമായ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക ആരായിരുന്നു? ആനി ബസന്റ് ആയിരുന്നു അല്ലെ. ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായിട്ട് നിലകൊണ്ട പ്രസ്ഥാനമായ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക ആനി ബസന്റ്. അങ്ങനെയെങ്കിൽ സത്യശോധക് സമാജം ആരംഭിച്ചത് ആരാണ്? ജ്യോതിബാവു ഫുലെ. ഓക്കെ. ജ്യോതിബാവു ഫുലെയാണ് സത്യശോധക് സമാജം ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സ്വാഭിമാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇത് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇന്ത്യയിലെ മുസ്ലിമുകളുടെ സാമൂഹിക വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി വാദിച്ചു. അത് ശരിയാണോ? അല്ല. വിഗ്രഹാരാധനയെ എതിർത്തു. ശരിയല്ല. മിശ്രവിവാഹം, മിശ്രഭോജനം എന്നിവയ്ക്കായി നിലകൊണ്ടു. അതും തെറ്റാണ്. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തതാണ് ഏത്? സ്വാഭിമാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ: ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ, ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നീ വിശേഷണങ്ങൾക്ക് എന്തൊക്കെ? ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ, ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നീ വിശേഷണങ്ങൾക്ക് അർഹനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ. 12ാമത് ക്വസ്റ്റ്യൻ: വേദാന്ത കോളേജ് ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? വേദാന്ത കോളേജ് ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അത് രാജാറാം മോഹൻ റോയ് ആണ്. മിറാത്തുൽ അക്ബർ എന്ന പത്രം അച്ചടിക്കപ്പെട്ട ഭാഷ ഏതാണ്? ഒരുപാട് തവണ പറഞ്ഞു. മിറാത്തുൽ അക്ബർ എന്ന പത്രം അച്ചടിക്കപ്പെട്ട ഭാഷ ഏതാണ്? അത് പേർഷ്യൻ ഭാഷയാണ്. പേർഷ്യൻ ഭാഷയിലാണ് മിറാത്തുൽ അക്ബർ. ഷോം പ്രകാശ് എന്ന പത്രം ആരംഭിച്ച നേതാവാരായിരുന്നു? ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. വന്ദേ മാതരം എന്ന പത്രത്തിന്റെ സ്ഥാപകനെ തിരിച്ചറിയുക. ആരായിരുന്നു വന്ദേ മാതരം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ? ലാലാ ലജ്പത് റായ്. വോയിസ് ഓഫ് ഇന്ത്യ ആരംഭിച്ച വ്യക്തി? ദാദാഭായ് നവറോജി. അൽ അമീൻ പത്രം അച്ചടിച്ച ഭാഷ മലയാളം അല്ലെ. അൽ അമീന് പത്രം അച്ചടിച്ച ഭാഷ ഏതായിരുന്നു? മലയാളം. ഇത് നമ്മൾ
കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരുന്നു അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? 1878. പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം 1878 അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കാം, അതിൽ പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കാണ്, നിങ്ങൾക്ക് ഇട്ട് നോക്കാം. ഇത് പ്രാദേശിക ഭാഷ പത്ര നിയമം നടപ്പിലാക്കിയത് ഏത് പ്രഭുവായിരുന്നു? ലിട്ടൺ പ്രഭുവാണ് അല്ലെ? ലിട്ടൺ പ്രഭു. അങ്ങനെയെങ്കിൽ 1881 ഇത് സ്റ്റോപ്പ് ആക്കിയല്ലോ, അതാരായിരുന്നു? റിപ്പൺ പ്രഭു. വർഷമാണ് 1881. ഓക്കെ, കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് ആരായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു, കുറച്ച് തൊട്ട് മുന്നേ പറഞ്ഞു, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. പ്രാദേശിക ഭാഷാ പത്ര നിയമം അവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലെ? റദ്ദ് ചെയ്തത് റിപ്പൺ പ്രഭുവാണ്. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മിനിമം ഇതെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു പോവുക. പിന്നെ ബാക്കി ആ ക്ലാസ്സും ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം നമ്മൾ ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട്. ക്ലാസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം നിർബന്ധമാണ്. പിന്നെ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ശരി, താങ്ക് യു.